വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് സാരികളായിട്ടാണ്. വീണ്ടും ബംഗാൾ കോട്ടൺ ആണ്. ബംഗാൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ ബംഗാൾ ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്നതാണ് കേട്ടോ, അല്ലാതെ മറ്റേ സ്റ്റിഫായിട്ടുള്ള ബംഗാൾ കോട്ടൺ അല്ല, ഹാൻഡ്ലൂം കോട്ടണിലാണ്. അതുപോലെയുള്ള സാരികൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ നല്ല ഹൈ ഡിമാൻഡ് ആയിരുന്നു. എൻ്റെ കയ്യിൽ സാരികളൊക്കെ തീർന്നു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 3-4 കളേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കളക്ഷൻസിലേക്ക് പോകാൻ കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് മാത്രം കാണുക. കാണുമ്പോൾ തന്നെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ കാണാത്തവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പലരും പറയാറുണ്ട് മാമിൻ്റെ വീഡിയോ ഒന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആദ്യം ചെയ്യേണ്ട കാര്യം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് കളർ ഇത് നല്ല, ഇത് ബ്ലാക്ക് അല്ല കേട്ടോ, ബ്രൗൺ ആണ്, ഡാർക്ക് ബ്രൗൺ ആണ്. കോഫി ബ്രൗൺ ഇല്ലേ, നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കളർ. ഇതാ നോക്കിക്കോളൂ, ബ്ലാക്ക് അല്ല കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടുകൂടെ, കോഫി ബ്രൗൺ ആണ് കളർ. പിന്നെ ഇതിനകത്ത് കണ്ടോ, നമ്മളിതിൻ്റെ വർക്ക് ഈ ഇതുപോലെ ഇതിൻ്റെ വർക്ക് വരുന്നത്, ഇത് വീവിങ് ആണെങ്കിലും ഈ വീവിങ്ങിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇതിനകത്ത് കണ്ട ഈ നൂലിങ്ങനെ അങ്ങനെ പൊങ്ങിയിട്ട് വരണേ, അങ്ങനെ ഒരു വർക്ക് അവർ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഹാൻഡ് വർക്കാണ് കേട്ടോ, ഹാൻഡ് വീവിങ് അവരിങ്ങനെ ഇരുന്നിട്ട് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നൂലിങ്ങനെ എഴുന്ന് നിൽക്കണ പോലെ ഇങ്ങനെ നിൽക്കാണ്ട് നേരെ വെറുതെ വീവ് ചെയ്ത സാരികളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാരിയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 2-3 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഞാൻ എന്നിട്ട് അപ്പോൾ അതിന് ഭയങ്കര ഹൈ ഡിമാൻഡായിരുന്നു, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ വീവിങ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മുന്താണി പാർട്ടിൽ വരുന്നതാണ്. ഇത് ബോഡി പാർട്ടിലും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരെണ്ണം ഞാനിപ്പോൾ ക്ലോസർ കാണിച്ചു തന്നല്ലോ. അതാ കോഫി ബ്രൗൺ ആണ്. ഇതാ ഈ കാണുന്നതാണ് കളർ കേട്ടോ. ഇതാണ് കളർ, എക്സാക്റ്റ് കളറായി കാണുന്നത്. ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന സാരിയാണ് കേട്ടോ. അതാ ഇത് കണ്ടോ, ഇതിൻ്റെ ഇതുമെല്ലാം ഈ വീവാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ ഈ നൂലിങ്ങനെ കണ്ടോ, അങ്ങനെ ഇത്തിരി പൊങ്ങി നിന്നിട്ട് പിന്നെ ഇവിടെ ഒരു സ്കാലപ്പ് പോലെയും കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. കണ്ടൂടെ, ഈ തുമ്പിൽ കൊടുത്തിരിക്കണത് അത് സ്കാലപ്പ് പോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ സാരിയിലും അത് വരും കേട്ടോ. ഇതാണ് മുന്താണി. മുന്താണിയിൽ ഈ രണ്ട് ലൈൻ പോരാണ്ട് ഇടയ്ക്കിതായി ഈ ഒരു ഇക്കത്ത് പാറ്റേൺ പോലെയും കൂടെ വരും കേട്ടോ. പിന്നെ ബോഡിയിലേക്ക് വരുമ്പോൾ മീ ബൂട്ടാസ് വരും. അങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ഇതിൻ്റെ ബോഡി പാർട്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള സാരിയാണ് പലരും. പിന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ കാണാത്തവരും ഉണ്ടാവും. ഇതാ ഇങ്ങനെ വരും ബോഡി പാർട്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഈ സെയിം ബോർഡർ, ഈ ബോർഡർ വരുന്നില്ലേ, ഇത് നമുക്ക് 2 സൈഡിലും കിട്ടും കേട്ടോ. ഇത് ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ, 2 സൈഡിലും ബോർഡർ കിട്ടും. എന്നിട്ട് ഇതാ ഈ ഒരു ഇത് ഇങ്ങനെ വരും സൈഡ്. മുന്താണി ഇങ്ങനെ വരും. നല്ല ബ്രൗൺ കളർ. ഈ ബൂട്ട വർക്ക് ബോഡി ഫുള്ള് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഉള്ളിലേക്കും ഈ ബോഡിയിൽ ഇങ്ങനെ വിട്ട് അങ്ങനെ ലൈൻ പോലെ കണ്ടോ. കുറച്ച് വിട്ടിട്ടാണ് ആ ബൂട്ട വർക്ക് വരുന്നത് കേട്ടോ. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇത് നമുക്ക് ഈ ചെസ്റ്റ് പോർഷനിൽ വരണോടത്ത് ഇങ്ങനെ അടുത്തെടുത്തിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 599 ആണ് കേട്ടോ. ഇതിനകത്ത് അവർ ബ്ലൗസ് പീസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഈ പ്ലെയിൻ കളറിൻ്റെ ബ്ലൗസ് പീസ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതാ ബ്ലൗസ് മുറിക്കുന്നത് എപ്പോഴും സാരിയുടെ നീളമൊക്കെ നോക്കി ഇനഫാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ബ്ലൗസ് മുറിക്കുക. ഇല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും വൈറ്റ് ഹക്കോബ ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകും കേട്ടോ. അത് കേട്ടോ, ആ സെയിം ടൈപ്പ് ഓഫ് വർക്കാണ് മുന്താണിയിൽ വരുന്നത്. ആ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നൂലിങ്ങനെ ഇരിക്കുമെന്ന്, അതിങ്ങനെ വിട്ടുപോരുമൊന്നുമില്ല കേട്ടോ. നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും എഴുന്ന് പോരണം അങ്ങനെയൊന്നും അല്ല. അത് കണ്ട, ഞാനിപ്പോൾ നക്കം കൊണ്ട് ഇങ്ങനെ മാന്തിയാലും ഇത് പോരൂല കണ്ട. അപ്പം അങ്ങനത്തെ വർക്കൊന്നുമല്ല. അതങ്ങനെ ഒരു ടൈപ്പ് ഓഫ് വീവ് അവർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് കേട്ടോ. സാരി ഇതാ ഇങ്ങനെ വരും. ഇതിൻ്റെ മുന്താണി പാർട്ടാണിത്. കണ്ടില്ലേ, കളർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് വാങ്ങിച്ചോളൂ. ഞാൻ സാരി എല്ലാം കൂടി നിവർത്തണില്ല. ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കാലപ്പ് ഡിസൈനും വരും. പിന്നെ അതാ ഇങ്ങനെ ഒരു ഇക്കത്ത് പോലെ ഇങ്ങനെ ഈ വർക്ക് വരും ബോർഡറിൽ. കളർ വരുന്നത് ഇതാ ഇപ്പോൾ ഈ കാണുന്ന മെറൂൺ കളർ കേട്ടോ. ഇത്രയും കൂടെ ഡാർക്കാണെങ്കിലേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഈ കളർ കേട്ടോ. അല്ലാത്ത ബ്ലൂ ഇങ്ങോട്ട് കാണിക്കും. ഇതൊന്നും അല്ല കേട്ടോ കളർ. സ്കൈ ബ്ലൂവിൻ്റെ ഇച്ചിരി ഡാർക്ക് സ്കൈ ബ്ലൂ. ഇത്രയും ഡാർക്കൊന്നും അല്ല കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ പകുതി കളർ കൂട്ടിയാൽ മതി. നല്ലൊരു സ്കൈ ബ്ലൂ.
ഇവിടത്തിൽ ഇച്ചിരി കളർ അതായത് ഇത് നോക്കിയേ നിങ്ങൾ, ഇതിൻ്റെ ഇച്ചിരിയും കൂടെ ലൈറ്റായിട്ടൊരു കളർന്ന് കൂട്ടിക്കോ. ഇതിൻ്റെ ലൈറ്റ് കളർന്ന് കൂട്ടണം കേട്ടോ. ഇതിൻ്റെ ഒരു പകുതി കളർ അത്രയേ ഉള്ളൂ, സ്കൈ ബ്ലൂ കളർ കേട്ടോ. എന്നുവെച്ചാൽ തീരെ ലൈറ്റ് സ്കൈ ബ്ലൂ അല്ല, തീരെ ലൈറ്റ് അല്ല കേട്ടോ, പാകത്തിനുള്ള ഒരു സ്കൈ ബ്ലൂ കളർ. ഇത്രയും കളറൊന്നുമില്ല കേട്ടോ, എങ്ങനെ എടുത്താലും ആ കളർ കിട്ടണില്ല. അത് ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും, ഈ സ്കൈ ബ്ലൂ കളർ നമുക്ക് കിട്ടാനൊരു ഇച്ചിരി പാടാ കേട്ടോ. ഇത് ബാക്കിയൊന്നും വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഇതാണ് മുന്താണി വരുന്നത്. ബോഡി പാർട്ടിൽ ഇതുപോലെ തന്നെ ഇതാ വർക്ക് ഇങ്ങനെ വരും, കണ്ടില്ലേ. ബ്ലൂ ഇത് ഡാർക്കായിട്ടാണ് കാണിക്കണതെന്ന് മാത്രമേ ഉള്ളൂ, ലൈറ്റാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. തീരെ ലൈറ്റ് അല്ല, തീരെ ലൈറ്റ് സ്കൈ ബ്ലൂ അല്ല, ഒരു പാകത്തിനുള്ള ഒരു ബ്ലൂ, സ്കൈ ബ്ലൂവിൻ്റെ ഒരു പാകത്തിനുള്ള ഡാർക്ക്നെസ്, അത്രയേ ഉള്ളൂ. ഇത് ഇത് ഈ കളർ കാണുന്ന കളർ തന്നെ കേട്ടോ, സെയിം കളർ. സെയിം ആണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട് പറയാൻ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കളർ നിങ്ങൾ അതല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചോളണം. അല്ലാതെ അയ്യോ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും വീഡിയോയിൽ ഇതല്ലേ കാണണം, അങ്ങനെ ചിന്തിക്കുകയോ വേണ്ട. ഞാൻ അങ്ങനെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരിക്കലും വാങ്ങിപ്പിക്കില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ അത്രക്ക് പൊട്ട കളറൊന്നും ഞാൻ മേടിക്കില്ല എന്ന് തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇങ്ങനെ വരും. അപ്പം ഞാനത് കളർ നോക്കിയാണ് മേടിക്കണത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ നിങ്ങൾക്കും കൂടെ ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടുള്ള കളർ. ഇനി ഞാൻ കൂടുതലൊന്നും നിവർത്തുണ്ടല്ലോ, കണ്ടില്ലേ, ഇതാ ഈ കാണുന്ന കളർ തന്നെ കേട്ടോ, ബാക്കി വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. ഈ സാരി റേറ്റ് വരണത് 590 രൂപയാണ്. ഷിപ്പിംഗ് ചാർജ് 50 റുപ്പീസ് എക്സ്ട്രാ വരും കേട്ടോ. ഇനി 2 സാരിയും കൂടെ ഉണ്ട്, അത് കാണിക്കാം. വരുന്ന സാരിയാണ് കേട്ടോ, ഇതൊക്കെ ഉണ്ടോ കളർ ഇത് തന്നെയാണ് കേട്ടോ. ഇത് നല്ല ഒന്നൊന്നര മെറ്റീരിയലാണ് കേട്ടോ, നല്ല അസൽ കോട്ടൺ ആണ്. ഇതാ ഖാദി കോട്ടൺ ആണ് ഇതിനകത്ത്. ഇത് ഹാൻഡ്ലൂം അല്ല, ഇത് ശരിക്കുള്ള ഖാദി കോട്ടൺ മെറ്റീരിയൽ, നല്ല ഒന്നാന്തര മെറ്റീരിയലാണ്. ഇതാ ഇതിനകത്ത് നോക്കിക്കേ, ഇതിൻ്റെ കണ്ടോ ആ ഖാദിയുടെ പോലത്തെ ഒരു വീവ് പോലെ ഉള്ള വീവാ വന്നിരിക്കുന്നതിനകത്ത് കണ്ടോ. ഇത് മുന്താണിയുടെ പാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ മുന്താണി മാത്രമാണ് ഇങ്ങനെ വരണത് കണ്ടോ. ഇത്രയും കാണുന്നത് മുഴുവനും മുന്താണിയാണ്. എന്നിട്ട് ഇതിൻ്റെ ബോഡി പാർട്ട് നല്ല പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇത് കഴുകുകയോ എന്ത് ചെയ്താലും യാതൊരു പ്രോബ്ലം ഇല്ല, കാരണം ഇത് നല്ല ഖാദി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് കേട്ടോ, ബോഡിയിലൊന്നുമില്ല. ഇതാ ഈ മുന്താണിയിൽ മാത്രമാണ് ഈ നല്ല വീവ് വന്നേക്കണത്. വീവാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താ കണ്ടോ, ഇതിന് കുറച്ച് കട്ടിയും കൂടെ ഉണ്ട് ഈ മെറ്റീരിയലിന്, ആവശ്യത്തിന് കട്ടി. ഇതിപ്പോൾ ഇവിടെ വീവ് വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതാ നോക്കിക്കുക സിംഗിൾ ലെയറിലിടുമ്പോൾ കണ്ട നല്ല കോട്ടൺ ആണ് കേട്ടോ. സോഫ്റ്റ് കോട്ടൺ എന്ന് നമ്മൾ പറയില്ലേ, എന്നാൽ അങ്ങനെ ഹാർഡായിട്ട് നിൽക്കുന്ന കോട്ടൺ അല്ല, ഉടുത്താൽ ഒതുങ്ങിയിരിക്കുന്ന കോട്ടൺ. അങ്ങനത്തെ നല്ല ഇതിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇത് വാങ്ങിച്ചവർ എൻ്റെ അടുത്തുനിന്ന് ഒരാൾ വാങ്ങിച്ചിട്ട് അവരിപ്പോൾ കേൾക്കണുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഒരു സാരി ഞാൻ നേരത്തെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവർ ഈ കളർ വാങ്ങിച്ചിട്ട് ഇത് കണ്ടിട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി എന്നും പറഞ്ഞുകൊണ്ട് അവരെന്നെ പിന്നെ ഒരു ലാവെൻഡർ കളറും ഒരു ബോട്ടിൽ ഗ്രീൻ കളറും 2 കളറും കൂടെ അവരെന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അന്നേരം ഞാൻ പിന്നെ ഇതാ ഇതിൻ്റെ 2-3 എണ്ണം കൂടെ എക്സ്ട്രാ എടുത്തു. കാരണം ഇത് പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സ്ട്രാ എടുത്തതാണ് ഇത്. കണ്ടോ ഇങ്ങനെ വരും സാരി, ഡെയിലി വെയറിനൊക്കെ പറ്റിയ സാരിയാണ്. ഈ തുമ്പ് വരുമ്പോൾ ഒരു ഇച്ചിരി ഡാർക്ക്നെസ് വരും. അതൊരു ബോർഡർന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാണാമല്ലോ നിങ്ങൾക്ക്. ബാക്കി മുഴുവനും ഈ ഖാദിയിൽ വരണ ഈ സെൽഫ് ഒരു ലൈനില്ലേ, സെൽഫ് ലൈൻ കണ്ടോ, കാണാൻ പാടില്ലേ, ഒരു ബ്ലാക്ക് കലർന്നിട്ട് ഒരു ലൈൻ വരില്ലേ ഖാദിയിൽ, ഖാദി കോട്ടണിൽ, അതുപോലത്തെ ഒരു ലൈൻ ഇതിനകത്ത് ഫുള്ള് ഈ മെറ്റീരിയലിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല ടാസിൽസ് എല്ലാം കെട്ടിയിട്ട് കൊടുത്തിട്ട് ബ്ലൗസ് പീസ് ഇതാണെന്ന് തോന്നുന്നു നോക്കിയിട്ട് നിങ്ങൾ മുറിക്കണം കേട്ടോ. കണ്ടോ നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ, കണ്ടോ. അവർക്കിത് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് അവരെൻ്റെ അടുത്ത് നിന്ന് 2 എണ്ണം കൂടെ വാങ്ങിച്ചത്, അതുപോലത്തെ തന്നെ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിതുപോലെ 2 കളറും കൂടെ ഞാൻ എടുത്തു. അതിലൊരു കളറാണ് ഇത്, അവർ ആദ്യം വാങ്ങിച്ച സാരിയാണ്. ഇതാണ് ഫസ്റ്റ് കളറ്, ഡാർക്കർ ബ്ലൂ ആണ് കേട്ടോ. ഇങ്ങനത്തെ ബ്ലൂ അല്ല, ഇച്ചിരിയും കൂടെ ഇങ്ങനെ ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ എന്ന് നമ്മൾ പറയുന്ന ബ്ലൂ ഇല്ലേ, ആ ബ്ലൂ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്ന ഇച്ചിരിയും കൂടെ ഡാർക്കായിട്ട് ഇങ്ങനെ ഒരു ഡാർക്കിൽ വരില്ലേ നേവി ബ്ലൂ, അങ്ങനത്തെ കളർ കേട്ടോ. ഇങ്ങോട്ട് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു ഫ്ലോറസെൻ്റ് പോലെ ഇങ്ങനെ ഒരു തിളക്കം വരുന്നുണ്ട്. അതൊട്ടുമില്ല, അല്പം പോലും ഇല്ല, ഒതുങ്ങി നിൽക്കുന്ന ഡാർക്ക് ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ തുമ്പത്ത് ഇതാ ഇതുപോലെ തന്നെ വീവിങ്.
വെറും 450 രൂപയേ ഉള്ളൂ കേട്ടോ. 450 രൂപയ്ക്ക് ഇത് അടിപൊളി സാരി എന്ന് വെച്ചാൽ അടിപൊളി സാരിയാണ്. തുമ്പത്ത് ടാസൽസ് കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സാരി വരുന്നത്. വേറെ ഇതിനകത്ത് പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാരി കൂടുതൽ നിവർത്തുന്നില്ല. ഇതിൻ്റെ അകത്ത് ഈ മുന്താണിയാണ് പ്രധാനമായിട്ടുള്ളത്. ബോഡി ഫുള്ള് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് മുന്താണി ഇതാ ഇങ്ങനെ വരും. ഇതുപോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു മിന്നലുള്ള ബ്ലൂ ആണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ ഒതുങ്ങി നിൽക്കണം. നമ്മുടെ ഈ യൂണിഫോമിൻ്റെ ഒക്കെ നേവി ബ്ലൂ കളറില്ലേ, ആ കളറാണ് ഇതിന് വരണത് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 450 രൂപ മാത്രമേ ഉള്ളൂ. നല്ല നീളവും വീതി എല്ലാം കിട്ടുന്ന സാരിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തുനിന്ന് ബ്ലൗസ് മുറിക്കാൻ ബ്ലൗസ് ഉണ്ടോ എന്ന് ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ടേ ബ്ലൗസ് മുറിക്കാവുള്ളൂ. 5.5 മീറ്റർ സാരി മാറ്റി വെച്ചിട്ട് മാത്രമേ ബ്ലൗസ് മുറിക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾ ഉടുക്കുന്ന ഒരു സാരിയായിട്ട് നമുക്കറിയാലോ. എന്നും ഉടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയുകയാണ്. സ്ഥിര സാരി ഉടുക്കാത്തവർക്ക് ഒരു നല്ല നമ്മുടെ നോർമൽ ഒരു സാരിയായിട്ട് വെച്ചിട്ട് ഒന്ന് ലെങ്ത് നോക്കുക. എന്നിട്ട് അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചെടുത്ത് വേണമെങ്കിൽ ബ്ലൗസ് തയ്ക്കാം. പിന്നെ ഈ 400-450 രൂപയുടെ സാരിക്ക് നമ്മൾ 500 രൂപ കൊടുത്ത് ബ്ലൗസ് തയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റ് ബ്ലൗസ്, വൈറ്റ് ഹക്കോബ, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഏതെങ്കിലും ഒരു ബ്ലൗസ്, ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ സാരി വെയർ ചെയ്യാം. ഇപ്പോൾ ക്രീം ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ മെറൂൺ കൊടുക്കാം. അതുപോലെ നേവി ബ്ലൂവിന് ഇപ്പോൾ എന്താണ് റെഡ് ഉണ്ടെങ്കിൽ കൊടുക്കാം. റെഡ് നേവി ബ്ലൂവും കൂടെ കോമ്പിനേഷനായിട്ട് പോയിക്കോളും. വൈറ്റിൻ്റെ ഏത് ഇത് വേണമെങ്കിലും ക്രീമോ വൈറ്റോ ഓഫ് വൈറ്റോ ഒക്കെ നമുക്ക് നീലയുടെ കൂടെ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് പെയർ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ബ്ലൗസ് ഒന്നും ഇതിന് തയ്ക്കാനൊരു എന്താണ് പറയേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനാണെങ്കിൽ ഒരു 1000 രൂപയുടെ സാരിയിൽ കുറഞ്ഞ സാരിക്ക് ഞാൻ ഉള്ള ബ്ലൗസ് വെച്ച് ഒപ്പിക്കലാണ് എൻ്റെ പരിപാടി. അതിൽ കൂടുതൽ നമുക്കത് മുതലാവണ കാര്യമല്ലാത്തത് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബ്ലൗസിനൊക്കെ അത്രയും സ്റ്റിച്ചിങ് ചാർജ് വരും. പിന്നെ നമ്മളതിന് ലൈനിങ് മേടിക്കണം. അങ്ങനത്തേക്കുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. ഈ സാരികളിലൊക്കെ ബ്ലൗസിന് നമുക്ക് ലൈനിങ് ഇടേണ്ട വരും കേട്ടോ. അത്രയ്ക്കുള്ള കട്ടിയൊന്നുമില്ല ഈ സാരിക്കൊന്നും. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഞാൻ കൂടുതലങ്ങോട്ട് പറഞ്ഞ് ദീർഘിപ്പിക്കണില്ല. അപ്പോൾ ഇത്രയാണ്. സാരികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണൂല. വില ഇഷ്ടപ്പെട്ട് കാണും, സാരി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേഗം നിങ്ങൾ ഓർഡർ എടുത്തോളൂ. വേഗം നിങ്ങളുടെ പ്രോഡക്റ്റ് സ്വന്തമാക്കിക്കോളൂ. എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയാലോ, അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.